ടീച്ചേഴ്സിനും കാർപ്പൻറ്റേഴ്സിനൊക്കെ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലാപ്ടോപ്പും ഫോണും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനായിട്ട് മാറിയിട്ടുണ്ട് കഴുത്ത് വേദന. കഴുത്ത് വേദന പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തേയ്മാനം കൊണ്ട് വരുന്നത്. സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ആളുകളൊക്കെ നല്ലോണം കേട്ട് പരിചയമുള്ളൊരു വേർഡായിരിക്കും. അതേപോലെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് കഴുത്ത് വേദന ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ മസിൽ പ്രോബ്ലംസ്, മസിൽ സ്ട്രെയിൻ കൊണ്ട് അല്ലെങ്കിൽ സ്പാസം കൊണ്ടൊക്കെ പെയിൻ വരാറുണ്ട്. ഈ ഒരു കഴുത്ത് വേദന വരുന്ന ഈ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ആണെങ്കിലും ഞരമ്പിന് ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദനയായിട്ടോ അല്ലെങ്കിൽ തരിപ്പായിട്ടോ ബലക്കുറവായിട്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനെ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏത് പൊസിഷനിലേക്ക് കഴുത്ത് വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് തോന്നാറുണ്ട്. എങ്ങനെ കിടന്നാലും വേദനയായിരിക്കും. ഇടയ്ക്ക് മരവിപ്പ് വന്നിട്ട് രാത്രി ഉറക്കം പോവുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള റാഡിക്കുലോപ്പതി കേസസിൽ, എസ്പെഷ്യലി ഡിസ്ക് ബൾജ് കൊണ്ടുള്ള റാഡിക്കുലോപ്പതി കേസസിൽ നമുക്ക് വളരെ സേഫ് ആൻഡ് ഇഫക്റ്റീവായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് സ്പൈനൽ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സേഫായിട്ട് നമുക്ക് ആ ഒരു ഡിസ്കിൻ്റെ ബൾജ് കുറച്ച് കൊണ്ടുവരാനും ആ ഞരമ്പിൻ്റെ ഒരു പ്രഷർ ഒഴിവാക്കാനുമായിട്ട് സാധിക്കുന്നൊരു ചികിത്സാ രീതിയാണിത്. കൃത്യമായിട്ട് നമ്മൾ അസസ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക.